നമ്മൾ ഒരുങ്ങി നിൽക്കണം. അവര് ഇന്നലെ വരെ സ്വപ്നം കണ്ടതല്ലല്ലോ ഇന്നത്തെ ചിത്രം. അതുകൊണ്ട് ഇതൊക്കെ നമുക്കും സംഭവിക്കാവുന്നതാണ്. ഒരുങ്ങി നിൽക്കണം നമ്മൾ. മഹാനായ ഇബ്നു സമ്മാഖ് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, വല്ലാത്തൊരു ഉപദേശമാണത്. അദ്ദേഹം പറയാണ്, അദ്ദുന്യ കുല്ലുഹാ ഖലീൽ. മനുഷ്യരെ, ദുനിയാവ് എന്ന് പറഞ്ഞാൽ തന്നെ അത് കുറച്ചേ ഉള്ളൂ. ദുനിയാവ് എന്ന് പറഞ്ഞാൽ തന്നെ അത് കുറച്ചേ ഉള്ളൂ. വല്ലദീ ബഖിയ മിൻഹാ ഖലീൽ. ആ കുറച്ചുള്ള ദുനിയാവിൽ ഇനി ബാക്കിയായത് വളരെ കുറച്ചേ ഉള്ളൂ. ദുനിയാവ് മൊത്തത്തിൽ കുറച്ചേ ഉള്ളൂ. ആദം നബി മുതലുള്ള കാലം കഴിഞ്ഞുപോയില്ലേ? അപ്പൊ ഇനി ബാക്കിയുള്ളതും വളരെ കുറച്ചേ ഉള്ളൂ. വല്ലദീ ലക മിനൽ ബാഖി ഖലീൽ. ഈ ആകെ ബാക്കിയുള്ള കുറച്ചുണ്ടല്ലോ, അതിൽ നിന്ന് നിനക്ക് വളരെ കുറച്ചേ കിട്ടാനുള്ളൂ. വലം യബ്ഖാ മിൻ ഖലീലിക ഇല്ലാ ഖലീൽ. നിനക്ക് കിട്ടാനുള്ള കുറച്ചില്ലേ, അതിലിനി കുറച്ചേ ബാക്കിയുള്ളൂ. അല്ലാത്ത ഉപദേശമല്ലേ അത്? ദുനിയാവ് എന്ന് പറഞ്ഞാൽ തന്നെ ചെറുത്, അതിലിനി ബാക്കി നിൽക്കുന്നത് വളരെ കുറച്ചേ ഉള്ളൂ. ആ മൊത്തത്തിൽ ബാക്കിയുള്ള കുറച്ചിൽ നിന്ന് നിനക്ക് കിട്ടിയത് വളരെ കുറവാണ്. ആ നിനക്ക് കിട്ടിയ കുറവിൽ തന്നെ ഇനി അനുഭവിക്കാനുള്ളത് വളരെ ചെറുതേ ഉള്ളൂ. അത്ര നിസ്സാരമാണ് ദുനിയാവ് എന്ന് പഠിപ്പിക്കപ്പെടുമ്പോൾ, സഹോദരങ്ങളെ, ന്യൂസും കണ്ട് ഇങ്ങനെ ഇരിക്കണം. ജമാഅത്ത് കിട്ടുന്നുണ്ടോ? ഇപ്പൊ നമുക്ക് ഉണ്ടോ? 300 പിന്നിട്ടു. കിട്ടിയ മയ്യത്തുകളുടെ എണ്ണം 300 പിന്നിട്ടു. വേദന പങ്കുവെച്ചവരെ ഇന്നത്തെ സുബഹി നമ്മൾ പള്ളിയിലുണ്ടോ? ഉണ്ടോ? പള്ളിയിലുണ്ടോ? നമ്മൾ ദുർബലത ബോധ്യപ്പെട്ടിട്ട് പടച്ചവനിലേക്ക് അടുക്കാൻ നമുക്ക് പറ്റിയോ? കിലോമീറ്ററുകളാണ് വെള്ളം സഞ്ചരിച്ചത്. നാം വിചാരിക്കുന്നുണ്ടോ പരിസരത്തൊന്നും കുന്നും മലയൊന്നും കാണാല്ല, സുരക്ഷിതരാണെന്ന് വിചാരിക്കുന്നുണ്ടോ? പടച്ചവന്റെ തീരുമാനം അല്ലെ? ഒരു നിമിഷം കൊണ്ട് മാറി മറിഞ്ഞതിന്റെ ചിത്രം കണ്ടവരെ, മൊബൈലിലെ അശ്ലീലമായ കാഴ്ചകളെ എടുത്തൊഴിവാക്കി ശുദ്ധമാക്കിയോ നമ്മളുടെ ജീവിതത്തെ? സക്കാത്തൊന്ന് കണക്ക് കൂട്ടിയോ? സ്വതക്ക കൊടുക്കേണ്ടത് മാറ്റിവെച്ചോ? എങ്ങോട്ടാണ് ഇനി നമ്മൾ കാത്തു നിൽക്കുന്നത്? അവർക്ക് മാത്രം, അവരും നമ്മളും തമ്മിൽ എന്തോ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് ഒരുങ്ങാൻ നമുക്ക് കഴിയണം.